എൻ്റെ ജന്മം ഓർമ്മയില്ല. ബിസിനസ്സുകാരനായിരുന്നു, പ്രീമിയർ പത്മിനി കാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പയ്യനും അറിയാം. ആ വ്യക്തി മരിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 മാസത്തിന് ശേഷമാണ് ഈ കുട്ടിയുടെ ജന്മം. സ്ട്രീറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് നിന്റെ മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ ഇത് എൻ്റെ മൂത്തത്, ഇതെൻ്റെ ഇളയത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കഴിഞ്ഞ ജന്മം ഇതേ ആൾ തന്നെയായിരിക്കും എൻ്റെ ഭാര്യയായിരുന്ന ആൾ. ഭാര്യയാവാം, ചിലപ്പോൾ ഭർത്താവാം. കാമുകിയായിരുന്നിരിക്കാം. ആ ആഗ്രഹം മനസ്സിൽ കിടന്നുകൊണ്ട് ഈ ജന്മത്ത് ജീവിതസഖിയായി മാറിയത്. എന്നെ കൊന്നതാണ് പറയുള്ളൂ. അപ്പൊ ഭാര്യയ്ക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്നാ കേസ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? മീഡിയംസിന് ഉപയോഗിച്ചിട്ട് കേസ് തെളിയിക്കാറുണ്ട് UK യിലും US ലും. ഒരു കറുത്ത ഷോളിൽ ഗ്രില്ലും ആള് തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഇവരെന്ത് ചെയ്തു? ഈ ഷോളൊക്കെ അറുത്തിട്ട് നേരെ നിലത്ത് കിടത്തി സ്വാഭാവിക മരണമാക്കി മാറ്റി. ഈ രഹസ്യം അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലാതെ അയൽവാസികൾക്ക് പോലും അറിയില്ല. അമേസിംഗ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മുടെ അതിഥി ബിനോയ് ജോൺ സാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ലൈഫായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണിത്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ 100-300 വർഷം പഴക്കമുള്ള ഒരു സോളിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്, അല്ലേ? എനിക്കൊന്ന് ഒരുപാട് ജന്മമാണ്. എനിക്ക് എൻ്റെ ജന്മം ഓർമ്മയില്ല. ഇതൊക്കെ അങ്ങയുടെ ജന്മം ഓർമ്മയുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ബ്രയൻ വൈസിന്റെ ബുക്കുകളുണ്ട്, മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ്. അത് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. കാതറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പല ജന്മങ്ങളിലൂടെ കടന്നുപോയതാണ്. പല രാജ്യങ്ങളിൽ ആണായിട്ട് പെണ്ണായിട്ടും ഒക്കെ തന്നെ. അപ്പോൾ അത് നമ്മളിത് പറയുമ്പോൾ വെറുതെ പുലമ്പുകയാണെന്ന് ആൾക്കാർക്ക് തോന്നും. തീർച്ചയായിട്ടും. ഇപ്പം അങ്ങ് പറഞ്ഞതെല്ലാം മെയിൽ, അങ്ങക്ക് ഈ മെയിലിന്റെ ജനനം മാത്രമേ ഓർമ്മയുള്ളൂ. അത്രേ ഓർമ്മയുള്ളൂ. അത്രേ ഓർമ്മയുള്ളൂ. ഇനി നമുക്ക് ശ്രമിച്ചു നോക്കാം വേറെ ഉണ്ടോന്നുള്ളത്. എനിക്ക് മെയിലായിട്ട് ജനിച്ചതായിട്ടാണ് അങ്ങയുടെ അനുഭവം എല്ലാം. ഫീമെയിലായിട്ട് ജനിച്ചിട്ടുണ്ടോ, ഞാൻ മൃഗമായി ജനിച്ചിട്ടുണ്ടോ, പുഴുവായിട്ടുണ്ടോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്, അല്ലേ? എന്തായാലും അത് ഡിഗ് ഡൗൺ ചെയ്ത് അങ്ങനെ അധികം പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ എനിക്കതൊരു സാധ്യത തോന്നുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനൊരു കോൺവെർസേഷൻ നമ്മളിങ്ങനെ സംസാരിക്കുന്നു. ഇതും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാള്, ഞാനിവിടെ എറണാകുളത്ത് വേറെ സ്ഥലത്തുനിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ വരുന്നു. നിങ്ങൾ മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ വരുന്നു. നമ്മളുടെ ജന്മത്തില് ഒന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാലിൽ വന്ന് ചവിട്ടുന്ന ഒരു വ്യക്തി, തോളിൽ വന്ന് ഇടിക്കുന്ന ഒരു വ്യക്തി, ഇതൊക്കെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ തിരിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ച് ഇവിടെ കിട്ടും ഈ ജന്മത്തിൽ. ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നമ്മുടെ ജീവിതസഖി പോലും എല്ലാവരും, നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്തതാണ്, നമ്മളറിയുന്നില്ല. അപ്പം നമ്മൾ പറയുന്നു, അയ്യോ എൻ്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമല്ല, മുരടനാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ മുരടനെ അനുഭവിക്കണം എന്നുള്ള രീതി നമ്മൾ തന്നെ സെലക്ട് ചെയ്ത. അപ്പം അത് വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ജന്മം എൻ്റെ ഭാര്യ, കഴിഞ്ഞ ജന്മം ഇതേ ആൾ തന്നെയായിരിക്കും എൻ്റെ ഭാര്യയായിരുന്ന ആള്. ഭാര്യയാവാം, ചിലപ്പോൾ ഭർത്താവാം. കഴിഞ്ഞ ജന്മത്തിൽ ഭർത്താവായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കാമുകിയായിരുന്നിരിക്കാം. ആ ആഗ്രഹം മനസ്സിൽ കിടന്നുകൊണ്ട് ഈ ജന്മത്ത് ജീവിതസഖിയായി മാറിയായിരിക്കാം. അങ്ങനെയും വരാം. ഇപ്പം ഈ പാസ്റ്റ് ലൈഫ് അനുഭവങ്ങൾ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ചില കേസുകൾ പോലും തെളിയിച്ചതായിട്ടൊക്കെ നമ്മളെ മുൻ DGP അലക്സാണ്ടർ ജയപതി സാർ ഒരുപാട് സാധനങ്ങൾ പറയുന്നുണ്ട്. പല പുള്ളിയുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, എന്നാലും അദ്ദേഹം അത് പറയുന്നുണ്ട്. പിന്നെ ചില പുസ്തകങ്ങളിൽ പലരും രേഖകളാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടായി. ഇത്തരത്തില് അനുഭവങ്ങളുള്ളവർ ഉണ്ട്. ഒന്ന് നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് വരാം. ടിറ്റു സിംഗ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ്റെ ഒരു 14-15 വയസ്സായപ്പോൾ തുടങ്ങി പറയുകയാണ്, നിങ്ങൾ എൻ്റെ മാതാപിതാക്കളല്ല. സ്വന്തം മാതാപിതാക്കളോട് പറയാം, ഞാൻ വേറൊരാളാണ്. എൻ്റെ ജന്മം ആഗ്രയിൽ തന്നെയാണ് കേട്ടോ. ആഗ്രയിൽ തന്നെയാണ് ഈ കുട്ടിയും ജനിക്കുന്നത്. അവൻ പറയുന്നത് സുരേഷ് വർമ്മ എന്ന് പറയുന്ന ഒരാളാണെന്നുള്ളതാണ്. സുരേഷ് വർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു ആഗ്രയിൽ. അദ്ദേഹം ഫിൽത്തി റിച്ച് ആയിട്ടിരുന്ന ഒരാളായിരുന്നു. റേഡിയോ ഹൗസ്, ഒരു സെയിൽസ്, ഒരു ഷോപ്പൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബിസിനസ്സുകാരനായിരുന്നു. പ്രീമിയർ പത്മിനി കാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പയ്യനും അറിയാം. ആ വ്യക്തി മരിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 മാസത്തിന് ശേഷമാണ് ഈ കുട്ടിയുടെ ജന്മം. മരണപ്പെട്ട് 3 മാസം കഴിഞ്ഞു. അതെ, ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടി പറയുന്നത് സുരേഷ് വർമ്മയാണെന്നും സുരേഷ് വർമ്മയുടെ എല്ലാ രഹസ്യങ്ങളും ഇവനറിയാമെന്നാണ് പറയുന്നത്.
അപ്പൊ ഇവൻ ഈ കുടുംബത്തിൽ, ഇപ്പോഴത്തെ കുടുംബത്തിൽ 6ാമത്തെ കുട്ടിയാണ്. ഇവന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് നല്ല പ്രായമുള്ള ഒരാളാണ്, കൃഷ്ണ കുമാർ. അപ്പോൾ ആഗ്രയിൽ ഒരു 17, ഈ സുരേഷ് വർമ്മയുടെ സ്ഥലത്ത് നിന്നും ഒരു 17 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഈ സുരേഷ് വർമ്മയുടെ 2ാമത്തെ ജന്മമാണ് ഈ പറയുന്ന ടിറ്റു സിംഗ് അവകാശപ്പെടുന്നത്. അപ്പൊ ഇവരത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് അന്വേഷിച്ചു. ആഗ്രയിൽ പോയി പട്ടണത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ റേഡിയോ ഹൗസും ഉണ്ട്. ഇത് സുരേഷ് വർമ്മ എന്ന ഒരാളുടെയാണ്, അയാളുടെ ഭാര്യയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ സഹോദരങ്ങളും ഉണ്ട്, എല്ലാം ജീവിച്ചിരിപ്പുണ്ട്. ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഇവനെയും കൊണ്ട് നമുക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് അവർക്കൊരു തോന്നൽ തോന്നാണ് സുരേഷ് വർമ്മയുടെ ബന്ധുമിത്രാദികൾക്ക്. അങ്ങനെ അവർ കാറെടുത്ത് വന്നു, ഇവനെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അവന്റെ അമ്മയ്ക്ക് സങ്കടമായി. അവന്റെ പഴയ ജന്മം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്റെ മകൻ എൻ്റെ അടുത്ത് വരുമോ, പക്ഷെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റേഡിയോ ഹൗസിന്റെ മുമ്പിൽ കൂടെ എങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ഈ കുട്ടി പറയാണ്, നിർത്ത് എന്റെ കട എത്തിയെന്ന്. സുരേഷ് വർമ്മ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കട തുറന്ന് കയറുന്നത്. എന്നിട്ട് ആ കടയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിൽ ഇപ്പൊ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇതെങ്ങനെ ഈ 14-15 വയസ്സുള്ള പയ്യൻ പറയുന്നു. അത് ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി. 2ാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് അവന്റെ കുട്ടികളെ കണ്ടെത്തുമെന്ന് അറിയാനായിരുന്നു. അപ്പൊ സ്ട്രീറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് നിന്റെ മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ ഇത് എന്റെ മൂത്തത്, ഇതെന്റെ ഇളയത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. കറക്റ്റായിരുന്നു. വീട്ടിൽ പല ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്നതും കറക്റ്റാണ്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഭാര്യ അത്ഭുതം കൂറി നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. മനസ്സിലായോ? അതായത് മരിച്ചുപോയ ഭർത്താവിന്റെ അടുത്ത് ജന്മമൊന്നും പറഞ്ഞ് ഒരു പയ്യൻ വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. ഒരുമിച്ച് മകന്റെ പ്രായം പോലും ഇല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. മക്കളുടെ പ്രായം പോലും ഇല്ല, കാരണം അവർക്ക് അതിലും മൂത്ത മക്കളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവര് ആകെ അത്ഭുതം കൂറി നിൽക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇവൻ തന്നെയാണെന്ന് പറയാണ്. അവസാനം ഇവൻ പറയാണ് എന്നെ കൊന്നതാണ് എന്ന് പറയണം. അപ്പൊ ഭാര്യയ്ക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്നാ കേസ് ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. അവൻ പറഞ്ഞു എന്നെ പോയിന്റ് ബ്ലാങ്കിൽ ഇവിടെ വെടിവെച്ച് കൊന്നതാണ്. ഞാൻ എൻ്റെ പ്രീമിയർ കമ്പനി കാറിൽ വന്നു, ജംഗ്ഷനിലെത്തി, വീടെത്തുന്നതിന് മുമ്പ് ഇന്ന ആള്, അതായത് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണറാണ് കൊന്നത്. ഇതൊരു കേസ് തെളിഞ്ഞു. അതായത് ഈ കുട്ടി പറയുകയാണ് സുരേഷ് വർമ്മ എന്ന് പറയുന്ന എൻ്റെ പഴയ ലൈഫിലുള്ള അയാളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നു എന്നാ പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പയ്യന്റെ മുടി പഠിച്ചു നോക്കിയപ്പോ ഇവിടെ നിന്ന് ബുള്ളറ്റ് പോയി ഇതിൽ കൂടെ ഇറങ്ങിയ പാടവിടെ കിടക്കുകയാണ്. അതായത് ഈ ശരീരത്തിലുള്ള പാടുകൾ പോലും അതുപോലെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഇമാജിൻ. ഇത് തെളിയിക്കപ്പെട്ട കേസാണ്. അവസാനം ആ കേസ് തെളിയിക്കപ്പെട്ടു. ഈ വെടിവെച്ച് കൊന്ന വ്യക്തി ആരാണെന്ന് കണ്ടെത്തി അയാളെ ശിക്ഷിക്കുകയും ചെയ്തു ആഗ്ര കോടതിയിൽ 1983. 1983 നടന്ന സംഭവമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാനാണ് കൊന്നതെന്ന് സമ്മതിക്കേണ്ട വന്നു. എന്തിനാണ്? അപ്പൊ മരിച്ച വ്യക്തി ആ ആത്മാവ് വേറൊരു വ്യക്തിയിൽ ജനിച്ചു. ഈ പറയുന്ന ടിറ്റു സിംഗ് ആയിട്ട് ജനിച്ചിട്ട് ടിറ്റു സിംഗ് കേസ് തെളിയിക്കുകയാണ്. നിങ്ങൾ ഇത് പറയുന്നു മീഡിയംസിന് ഉപയോഗിച്ചിട്ട് കേസ് തെളിയിക്കാറുണ്ട് UK-ലും US-ലും ഒക്കെ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ നാട്ടിൽ അതിന് നിയമസാധ്യതയില്ല. ഇപ്പൊ എന്നോട് ചിലർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ജിഷാവധമൊക്കെ തെളിയിച്ചൂടെ സാറേ? അല്ല, അത് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അതീന്ദ്രിയമായ തലത്തിൽ തെളിയിക്കാൻ പറ്റാം. പക്ഷെ നമ്മളത് അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ അടുത്ത ദിവസം വലിച്ചു കീറും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിരാറില്ല. ചിലരെന്നോട് ചോദിക്കാം എന്നാ പിന്നെ സാറേ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. നമ്മളിത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇതൊരു സിദ്ധിയാണ്. ഇപ്പോൾ ഇയാൻ സ്റ്റീവൻസന്റെ സ്റ്റഡീസ് 500ഓളം ഫയൽസ്, റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ്, വിർജീനിയ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, ഡോക്ടർ സാവന്തിൻ്റെ കീഴിൽ രേഖകൾ ഇപ്പോഴും ബാംഗ്ലൂർ നിംഹാൻസിലുണ്ട്. ഇയാൻ സ്റ്റീവൻസൺ തെളിയിച്ചിട്ടുള്ള റീഇൻകാർണേഷൻ അഥവാ പുനർജന്മത്തിന്റെ കേസുകൾ 500 ഫയൽസുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൽ ഒരെണ്ണം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒന്ന് ശാന്തി ദേവി എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു 4 വയസ്സ് വരെ മ്യൂട്ടായിരുന്നു. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വേറെ എന്തൊക്കെയോ പുലമ്പുന്നു. വേറെ ഏതോ ജന്മമാണ്, ഞാൻ ഇന്ന ആളായിരുന്നു എന്ന് പറയുന്നു. അവരുടെ പുറകെ ചെന്ന് ക്യാമറയായിട്ട് ചെന്ന് BBC ഡോക്യുമെന്ററി എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ലാപ്ടോപ്പിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഓൾറെഡി ഉണ്ട്. ആ വ്യക്തി പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ എല്ലാം ഉണ്ട്. അവരുടെ പഴയ ജന്മത്തിൽ അവർ മരിച്ചു പോയല്ലോ. അവിടെ തൊട്ടടുത്ത് അമ്മാവ് നടത്തുന്ന കടകള്, ഇവരെ വീട്ടിൽ വന്ന മാറ്റങ്ങളൊക്കെ ഇവര് പറയുകയാണ്. അതുപോലെ തന്നെ ഇവര് ഇപ്പൊ 18 വയസ്സേ ഉള്ളൂ ശാന്തി ദേവിക്ക്. അവിടെ ചെന്നിട്ട് ആ വീട്ടിൽ നോക്കുമ്പോൾ ഇവര് മരിച്ച ഫോട്ടോ തന്നെ കണ്ടോ, ഇത് എന്റെ മരിച്ച ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുകയാണ്, ഇത് എന്റെ ഇളയ മോനാണ്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ നല്ല പ്രായമുണ്ട്, ഇളയ മകനാണ്, തറവാട്ടിൽ താമസിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം അയ്യോ എന്റെ അമ്മ വന്നു എന്നുള്ള രീതിയിൽ അവർ സ്വീകരിച്ചിരുത്തുന്നു. കാരണം എല്ലാ കാര്യങ്ങളും പറയുന്നത് ശരിയാ. ഇതെങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത്? ശാന്തി ദേവി എന്ന് പറയുന്ന ആള് എന്നോ മരിച്ചു പോയ ഒരാള്. ഈ കുട്ടി 18 വയസ്സായപ്പോൾ പറയുകയാണ് ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇതാണ്, മക്കളുടെ പേര് എല്ലാം കൃത്യമായിട്ട് പറയുന്നു. ഇതെങ്ങനെ അറിയുന്നു? രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്. ഇതിപ്പോൾ അങ്ങ് ഇപ്പോൾ 24-ൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അങ്ങയുടെ ഒരു അനുഭവം
പറയാനുള്ള സാധ്യത കിട്ടിയോ? അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് നല്ല പരിഹാസമായിരുന്നു, പുച്ഛവും പരിഹാസമായിരുന്നു കേട്ടത് എനിക്ക് മനസ്സിലാവും. കാര്യം പറഞ്ഞു, അത് കട്ടായി പോയി. അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് തെളിവുള്ളതൊക്കെ അവർ മനഃപൂർവ്വം കട്ട് ചെയ്യുകയാണോ? അതെനിക്കറിയില്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ല. ഞാൻ അതല്ല, ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള ഇത് ശരിക്കും BBC പോലും ഇത്തരം കാര്യങ്ങൾ പകർത്തി വെച്ചിട്ടുണ്ട്, റെക്കോർഡ് നിംഹാഡ്സ്. അത് നമുക്ക് ഇപ്പൊ ഇന്ന് അറിയപ്പെടുന്ന അതൊരു സൈക്കാട്രിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റലായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന് മുന്നേ ഇതിന്റെ ചരിത്രം എനിക്കറിയാം. പഴയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നെഹ്റുവാണത് അങ്ങനെ ഒരു നിംഹാഡ്സ് കൊണ്ടുവന്നതും 10ഓളം ശാസ്ത്രജ്ഞന്മാരെ അവിടെ നിയമിക്കുന്നതും. ഇതെന്തിനാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ഭാരതത്തിന്റെ ഉൾക്കാമ്പം എന്ന് പറയുന്ന സനാതന ധർമ്മമാണ്. ഇത് എങ്ങനെയെങ്കിലും തകർക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയായി ഇങ്ങനൊരു ഓർഗനൈസേഷൻ, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷേ ആ 10ഓളം ശാസ്ത്രജ്ഞന്മാര് പിന്നെ ഇത് പുനർജന്മം ഉണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കണ്ടേ, മരണമുണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കണം. അങ്ങനെ മരണപ്പെടാറായ വ്യക്തികളെ നിങ്ങൾ കൂടുതൽ ചികിത്സയ്ക്ക് ഇങ്ങോട്ട്, അതായത് പ്രായമായവരെ ഇവർ കൊണ്ടുവരുന്നു. ചില ക്യാമറ സംവിധാനങ്ങൾ, കെർലിയൻ ക്യാമറ പോലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ പുകരൂപത്തിൽ ആത്മാവ് പോകുന്നതായിട്ട് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ വലിയ പഠനം നടത്തിയതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ അന്വേഷിച്ചാൽ, ഗൂഗിളിൽ അന്വേഷിച്ചാൽ കിട്ടും. അങ്ങനെ അത് കാണുന്നു, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇനി പുനർജന്മം ഉണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതുപോലെ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എന്തായിരുന്നു? അതായത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരികയാണ് കൊല്ലത്തുനിന്ന്. അവരുടെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താത്തതെന്ന് വെച്ചാൽ അത് എത്തിക്സിന്റെ ഭാഗമാണ്. വേണ്ട, കാരണം അവർക്ക് ആ ലോകം അറിയപ്പെടരുതെന്ന് പറയുന്ന ഒരു രഹസ്യമാണ് ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം കൺസൾട്ടേഷൻ വന്നു. ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസ് ആണ്. അപ്പോൾ ഈ നമ്മളുടെ ദേവസ്വം ബോർഡിൻ്റെ കോൺട്രാക്ട് എടുത്ത് ഈ അമ്പലങ്ങൾ പണിയുന്ന ഒരാളാണ്. പുള്ളി ഭയങ്കര വിശ്വാസിയാണ്. അമ്പലങ്ങൾ പണിതാൽ അത് പുണ്യകരമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി എൻ്റെ അടുത്ത് വരികയാണ്. ഏകദേശം ഒരു 6 അടി ഉയരമുണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ പോലത്തെ ഒരു പേരാണ്, ഒരു പേര് തെളിഞ്ഞു വന്നു. രാജേഷ് എന്നൊരു പേര് തെളിഞ്ഞു വന്നു. ആ പേര് തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നുകിൽ ഒരു ആത്മാവാണ് അത്, ഒന്നുകിൽ നിങ്ങളുടെ ഒരു അടുത്ത കൂട്ടുകാരൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രദർ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നോ. പുള്ളി സ്കിപ്പ് ചെയ്ത് പോയി കാര്യങ്ങൾ. അപ്പം എനിക്ക് സംശയാസ്പദമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു, ഭായ് ഒരു കാര്യം ചെയ്യും, ഇത് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. കാരണം നിങ്ങൾ വന്നപ്പോൾ ഒരു പർപ്പസ് ഉണ്ട്. ആ സോൾ എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല സാറേ, എൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നം അതുമായിട്ട് എന്ത് ബന്ധം? ഞാൻ പറഞ്ഞു, അതുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുള്ളൊരു ഘടകമാണ്, നമുക്കത് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി സാറേ, ഞാനത് സത്യം പറയാം. ഞാൻ പറഞ്ഞു, ഇതൊരു അപകടമരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യയോ അല്ലേ എന്ന് ചോദിച്ചു. അതെ, പക്ഷേ സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം ജ്യേഷ്ഠനാണ്. ഈ അനിയൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, എന്നോട് വലിയ ബഹുമാനമുള്ള ഒരു വ്യക്തി. ഇപ്പോഴും ആത്മാവ് കൂടെ ഉണ്ടോ? ഇല്ല, പറയുന്നത് കേൾക്കാം. ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു സുരേഷ് ഗോപിയുടെ വലിപ്പവും ശരീരഭാരവും ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഒരു ആയോധന കലയൊക്കെ പഠിച്ച ആളാണെന്ന് ചോദിച്ചു. അത് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആളാണെന്ന്. അങ്ങനെ ആയിരുന്നു. അപ്പോൾ കാലത്ത് ഒരു ഞായറാഴ്ച ദിവസമാണ് ഈ സംഭവം. വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്നൊരു വ്യക്തി വൈകിട്ട് 4 മണിക്കുള്ളിൽ മരിച്ചു നിൽക്കുന്ന ആരെങ്കിലും വിചാരിക്കും? 12:30 വരെ വീട്ടിൽ, അതായത് ഇവര് തറവാട് ഇവിടെയാണെങ്കിൽ തൊട്ടിപ്പുറത്താണ് ഈ ജ്യേഷ്ഠൻ താമസിക്കുന്നത്, അനിയന് തറവാട്, അച്ഛനും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു 4 മണിയോടുകൂടി ജ്യേഷ്ഠത്തി അലറി വിളിക്കുന്ന കേട്ട് ഇവർ ചെല്ലുമ്പോൾ ഒരു കറുത്ത ഷോളിൽ ഗ്രില്ലും ആൾ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ആള് പോയി കഴിഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഈ ഷോളൊക്കെ അറുത്തിട്ട് നേരെ നിലത്ത് കിടത്തി സ്വാഭാവിക മരണമാക്കി മാറ്റി. ഈ രഹസ്യം അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലാതെ അയൽവാസികൾക്ക് പോലും അറിയില്ല. ഭാര്യയാണത് ചെയ്തത്. സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ആ ചോദ്യമാണ് എന്നോട് അനിയൻ ചോദിച്ചത്, എന്തിനാണ് ജ്യേഷ്ഠൻ നിൽക്കുന്നത്? അപ്പോൾ ജ്യേഷ്ഠനോട് ഞാൻ വിളിച്ചു, ഈ രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ ആത്മാവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോൾ എന്നെ കാണിച്ചു തന്ന രംഗം, സാറേ ഞാൻ ഉദ്ദേശിച്ചത് മരിക്കാനല്ല, പേടിപ്പിക്കാനാണ്. ഭാര്യയുടെ കറുത്ത ഷോളെടുത്ത് ഗ്രില്ലിൽ വലിയ ഹൈറ്റിലൊന്നുമല്ല, ഗ്രില്ലിൽ ഹൈറ്റിലല്ലെന്നേ. അതാണ് അത് അവർക്ക് സംശയം തോന്നാൻ കാരണം. എന്നിട്ട് കഴുത്തിൽ കുടുക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം ഒരു വിട്രിഫൈഡ് ടൈൽസാണ്, ആ ടൈൽസിൽ കാലങ്ങ് തെന്നി. കുടുക്ക് കറക്റ്റായിരുന്നു. കൈ വെച്ചിട്ട് പിന്നെ മേലോട്ട് പൊക്കാനൊന്നും സാധിക്കില്ലല്ലോ. ആ കിടന്ന ആൾ മരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അനിയൻ്റെ കൂടെ നിൽക്കുന്നത്? എനിക്കൊരു സന്തതി ഉണ്ട്, ആ സന്തതി ഇവനെ ഏറ്റെടുക്കണം. അപ്പോൾ ഒരു മകളുണ്ട്, +2 പഠിക്കുന്നത്.
ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ഇയാളുടെ ജ്യേഷ്ഠത്തിയും തമ്മിലൊരു തർക്കം ഉണ്ടായി, അടിയിടി ബഹളമായി. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കാരണം അവർക്കൊരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് ഭർത്താവിന് അറിയായിരുന്നു. ഭർത്താവ് മരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പോയി. അപ്പോൾ ഈ സോള് വിചാരിക്കുന്നത് എൻ്റെ മകളെ ഇനി ആര് നോക്കും, അനിയൻ ഏറ്റെടുക്കും. അപ്പം പറയുകയും ചെയ്തു, അച്ഛൻ സ്വത്തെല്ലാം കൊടുക്കുന്ന ഇവർക്ക് 18 വയസ്സ് തികയുമ്പോൾ ഇവർക്ക് സ്വത്തെല്ലാം കിട്ടും, ഇവളുടെ കല്യാണം ഞാൻ നടത്തും, ജ്യേഷ്ഠൻ ഉറപ്പ് തരാം എന്ന് പറഞ്ഞു നിന്നപ്പോൾ ഞാൻ നിങ്ങൾ പോകാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഇത്ര ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം പോയി.